എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സ്വാഗതം. നമ്മൾ കാര്യം പറഞ്ഞാൽ ഒരു മാസമൊക്കെ വീടിട്ടിട്ട് എന്തിനും ഗേൾസ് കോമ്പിനേഷൻ ഒന്നുമല്ല. ഇപ്പോൾ നിറച്ച് നോക്കിയാൽ ഫ്രീ ഫയറിൽ ഗ്ലൂ വാൾ ഇട്ടിട്ടാണ് പല എണ്ണം പറഞ്ഞത്. അപ്പോൾ അവർക്കൊരു മുട്ടൻ പണി കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഐറിസിനെ വാങ്ങിച്ചത്. അപ്പോൾ നമുക്കൊന്ന് VR കളിച്ച് ഇന്നത്തെ ഭൂമിക നഷ്ടപ്പെടുമോ അല്ലയോ ഇല്ലയോ എന്ന് നോക്കാം. ഗലീനെ ഈ സാധനം കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടെന്ന് നോക്കണ്ടേ ഗൈസ്. എന്തായാലും നമ്മൾ പോയിട്ടുണ്ട്. നമ്മുടെ നമ്മുടെ DB ക്യാരക്ടറിനെ മാറ്റിയിട്ട് നമ്മളവിടെ അന്റോണിയനാണ് എടുത്ത് വെച്ചേക്കണേ. പിന്നെ കൈറിസ്, പിന്നെ അയാൻ ഗെയിമർ എന്ന് പറഞ്ഞ ആ ക്യാരക്ടറും കൂടി വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ എല്ലാ പ്രോ പ്ലേയേഴ്സിനകത്തുണ്ട് ഗൈസ്. ആദ്യം തന്നെ എല്ലാ സാധനവും കളക്ട് ചെയ്തേക്കും. ഈ ഗലീനെ എടുത്തുകൊണ്ട് ഓടും. ഒരു മിനിറ്റ് ഗൈസ്, ഈ ലോഡിങ് ഒന്ന് ഇച്ചിരി ആവട്ടെ, എന്നിട്ട് ഇങ്ങെല്ലാം നമുക്ക് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇതുങ്ങെല്ലാം ലോഡായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ എത്തിയിട്ടുണ്ട് ഗൈസ് ലോഡിങ്. പിന്നെ അത് പക്ഷെ ഫസ്റ്റ് പ്ലെയേഴ്സിന് ഐറിസ് പോലും എന്താന്ന് കാണാൻ സാധ്യതയില്ല. ചിലവർ വിചാരിക്കും അവരാണോ, സത്യം പറഞ്ഞാൽ പെണ്ണാണ്. ഫസ്റ്റ് പ്ലെയേഴ്സിന് വേണ്ടിയാണ് മാത്രമാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം കലാഹരി മാപ്പിലോട്ടേക്കാണ് എത്തിയേക്കണേ. ഇപ്പോൾ നമുക്കിത് പോകാൻ പറ്റിയ നല്ല സ്ഥലം വല്ലതും ഉണ്ടോയെന്ന് നോക്കണേ. ഇത് നല്ല സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട് ഗൈസ്. അവിടെ ഒരു ലൂട്ട് ബോക്സ് ഉണ്ടല്ലോ, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഈ വാണ്ടഡ് ക്രിമിനൽ എല്ലാം ഇത് തുറന്നു വയ്ക്കും, അതുകൊണ്ട് നമുക്ക് സൗകര്യമായി. ഒരു SVD കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഉണ്ടല്ലോ, ഈയിടെയായിട്ട് ഞാൻ ഫുള്ള് വൺ ടാപ്പ് ആണെന്നാണ് ഗൈസ് തോന്നണേ. എനിക്കതേ പറയുള്ളൂ. ഇതൊരെണ്ണം, എന്നിട്ട് ഇത് ഒരെണ്ണം. അയ്യോ, 2 ടീമായി പോയി. ഇതൊക്കെ എങ്ങനെ സാധിക്കണുണ്ട്? ഇവിടെ ഒരു SVD കിടപ്പുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ SVD പറഞ്ഞാൽ ഇവിടെ കിടപ്പുണ്ട്. നമ്മൾ അതും എല്ലാം എടുത്തു. M10 എന്തായാലും ഇവിടെ ഇല്ല. അയ്യോ ഗൈസ്, ഇച്ചിരി ബുള്ളറ്റ് വാണ്ടഡാണ്. ഇച്ചിരി ബുള്ളറ്റും എല്ലാം എടുത്തേക്കാം. ഓക്കെ ഗൈസ്, ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാം കയ്യിൽ സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് നേരെ ഒന്ന് പോയി അടുത്ത ലൂട്ടൊക്കെ എടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഒരു ഇനിമി അങ്ങോട്ടേക്ക് പായുന്നുണ്ടല്ലോ, ഒരു സുത്തൻ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഗ്ലൂ വാൾ ഇടുവാണെങ്കിൽ അവരെ കൊല്ലാവുന്നതേ ഉള്ളൂ. ഇവിടെ അവന് നല്ല ഏതെങ്കിലും കണ്ണ് വേണം. നമ്മൾ നൈസിന് അത് പോയി പൊക്കണം. വ്യത്യസ്ത പ്ലാൻസ് ആയിരുന്നു. അവിടെ ഈ ലോങ് റേഞ്ച് മാത്രം എടുത്തിട്ട് കാര്യമില്ല. ഞാനൊരു കിടുക്കാച്ചി വൺ ടാപ്പെങ്കിലും കൊടുത്ത് ചെക്കനെ ഉറക്കി കിടത്തി. സത്ത് പോസാസാ. ഒക്കെ നമ്മളെല്ലാ ബുള്ളറ്റും കയ്യിലൊക്കെ എടുത്തിട്ടുണ്ട്. എപ്പോഴാ ആവശ്യം എന്നു പറയാൻ പറ്റില്ല ഗൈസ്. ഗലീൻ എന്തിനാണ് എപ്പോഴും റിയേറ്റ് എനിക്ക് തന്നെ? ഞാൻ പോയി ചത്തില്ലല്ലോ. ഇതാണ് ഗൈസ് ഞാൻ ഈ ഇടയായിട്ട് ഇച്ചിരി വൺ ടാപ്പ് ഉണ്ടെന്ന് പറഞ്ഞത്. ഓക്കെ, നല്ല ഈ ഗണ്ണ് എടുക്കണം ഗൈസ്. എടുത്തേക്കാം ഗൈസ്. ഈ ഗണ്ണാണ് ഇതിനേക്കാളും പെട്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ മാറ്റുന്നു. ഇതിൻ്റെ എല്ലാ വഴിയുണ്ട്. അതെന്തായാലും എടുത്തേക്കാം ഗൈസിനെ. നമുക്ക് പോവാം. SVD ആണ് കഴിയില്ലേ. വണ്ടാ പഠിക്കാൻ സിമ്പിളായിരിക്കും. എനിക്ക് ഭയങ്കര സിമ്പിളാണ് ഗൈസ്. അത് തരാതെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അന്റോണിയോ ഉള്ളതുകൊണ്ട് പിന്നെ പറയണ്ട ഗൈസ്. എത്ര കില്ല് വന്നാലും ഒരു ഇതും കൂടി കിരീടം കൂടി കിട്ടിയാൽ മതി. സ്വാഡും എല്ലാം ഓപ്പൺ ആക്കിയാൽ മതി. എനിമീസിന് എൻ്റെ മുടി പോലും തൊടാൻ സാധ്യത കാണില്ല. ഹെഡ്ഷോട്ടൊക്കെ ആണെങ്കിൽ എപ്പോഴേ തത്തുമെന്ന് വെച്ചാൽ മതി. നമുക്ക് ഇവിടെ നിന്ന് നൈസിന് സൂം ചെയ്ത് നോക്കാം. അവിടെ ഇരിക്കുന്നുണ്ട്. ഏതാണ്
മിഷൻ അങ്ങ് തീർത്തിട്ടുണ്ട് ഗൈസ്. ഓ ചെക്കൻ്റെ കയ്യിൽ വുഡ് പെക്കറാണ്. ഞാൻ എന്തിനാ എൻ്റെ ഫുൾ HP ആണല്ലോ. ഞാനെന്ത് പൊട്ടത്തരാണ് ഗൈസ് കാണിച്ചത്. അതായത് അയർസിനെ കൊണ്ട് ഉപകാരം ഉണ്ടോയെന്ന് വെച്ചാൽ നല്ല ഉപകാരം ഉണ്ട് കേട്ടോ ഗൈസ്. എൻ്റെ പൊന്നി ഇത്ര ഉപകാരമുള്ള ഒരു ക്യാരക്ടറിനെ ഉണ്ടാകുന്നു. ഈ ഓസ്കാർ ഒന്നും വെറുതെ ഗിരീനെ കൊണ്ടുവന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ നമ്മുടെ സ്പീഡ് ഗൈഡ് അത്രയൊന്നും ഇല്ല. അതറിയാലോ ഗൈസ്, ടയാട്ടോ എന്ന് പറഞ്ഞ ഏതൊരു ക്യാരക്ടർ. ഞാനത് എപ്പോഴും എൻ്റെ പേഴ്സണൽ ക്യാരക്ടറായിട്ടാണ് സാധാരണ യൂസ് ചെയ്യാറ്. എന്തായാലും അവിടെ ഏതൊരു എനിമി ഇപ്പോഴും എനിക്ക് തോന്നുന്നല്ലോ. ഇല്ല ഗൈസ്, അത് വെറുതെ എനിക്ക് തോന്നണതാണ്. മുകളിൽ പോവാണെങ്കിൽ ഓക്കെ എല്ലാ ഗ്ലൂവാളും ബ്രോക്ക് ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഹൈഡ് ചെയ്തിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ ഏതൊരു എങ്ങനെയാണ് ഇവിടെ അടുത്തത്തിൽ ഇടാം. അതെടുത്തിട്ട് എന്നെ കാണിക്കാനാണെന്ന് ദൈവത്തിനറിയാം. ഗരീനെ ഇപ്പോൾ ആ സാധനം ABCD മറ്റേ റിമൂവ് ചെയ്യാൻ പോകാമെന്ന കാര്യമൊക്കെ പറഞ്ഞായിരുന്നു. ഇപ്പോൾ സോട്ടാനി ഈ സാധനം പിടിച്ച് ഞെക്കി പിടിക്കരുത്. എന്തെങ്കിലും ഒരു അർജൻറ്റ് കാര്യം വന്നിട്ടുണ്ടെങ്കിൽ ബുള്ളറ്റിന് വേണ്ടിയാണ് ഈ സാധനം നമ്മൾ യൂസ് ചെയ്യാവുള്ളൂ. അല്ലാണ്ട് ചുമ്മാ എടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ മോനെ ബുള്ളറ്റ് തന്നിട്ടുണ്ടെങ്കിൽ പടമാവും. നമുക്കെന്തായാലും ഇവിടെ എനിമീസൊക്കെ ഉണ്ടോയെന്നൊന്ന് പരിശോധിച്ചിട്ടൊക്കെ വേണം ഇവിടെ പോവാൻ. ഓക്കെ നമ്മൾ വിശദമായിട്ട് ഇങ്ങനെയൊക്കെ പരിശോധിക്കുന്നുണ്ട്. അവൻ്റെ ഒരെണ്ണം തന്നെ ആദ്യം തന്നെ പൊട്ടിച്ചിട്ടുണ്ട്. എന്നെ കണ്ടവില്ലെന്ന് ഒരു പിടിയില്ല. തീർത്തിട്ട് അവൻ്റെ ലൂട്ടും കല്ലൊക്കെ നമ്മൾ പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംഭവങ്ങളെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് നൈസ്ലി. ഓക്കെ അപ്പോൾ നമ്മൾ നേരെ വിടുകയാണ് കേട്ടോ ഗൈസ്. ഓക്കെ നമ്മൾ സൗണ്ട് കല്ല് ഇപ്പം നമ്മൾ ഇച്ചിരി കുറയ്ക്കുകയാണ് ഗൈസ്. ഓക്കെ ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ എനിമീസിൻ്റെ ലൊക്കേഷൻ ആയതുകൊണ്ട് സംഭവം കിട്ടിയിട്ടുണ്ട്. അയ്യോ ഗൈസ്, നമ്മളവനെ അവൻ EP ഉണ്ടായിരുന്നു ഗൈസ്. ബട്ട് നമുക്ക് 59 കയ്യിലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു പൂജ മാത്രമേ മിസ്സായിട്ടുള്ളൂ. നമ്മൾ 17ാമത്തെ ഏതാണ്ട് 18ാമത്തെ സ്കോറിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത്. എല്ലാവർക്കും ബൈ.